ഇന്ന് വൈകുന്നേരത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം കഴിക്കാൻ ഇലയടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ എടുക്കാൻ പോയി കേട്ടോ. തേങ്ങ പൊളിച്ച് വെച്ചിറക്കുകയാണ് എണ്ണ ആട്ടാൻ വേണ്ടിയിട്ട്. പുറത്തായിരിക്കണം കേട്ടോ, കള്ളന്മാർ കൊണ്ടുപോകും എന്തോ. എണ്ണയ്ക്കൊക്കെ നല്ല വിലയല്ലേ തേങ്ങയ്ക്കൊക്കെ. അപ്പോൾ അതിൽ ഒരു തേങ്ങ എടുത്തു കൊടുന്ന് ചിരവൻ മടിയായതുകൊണ്ട് ഞാൻ അങ്ങനെ പൂളി എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് അടിക്കുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഒരച്ച് ശർക്കരയേ ഉള്ളൂ. ഞാൻ ചായക്കൊക്കെ ശർക്കരയാണ് എടുക്കുക. ഗോതമ്പ് പൊടിയും കൊണ്ട് അട ഉണ്ടാക്കണം കേട്ടോ. പിന്നെ എപ്പോൾ നോക്കിയാലും പാൽ എൻ്റെ അടുപ്പത്ത് വെച്ചാൽ അപ്പം തിളച്ച് പോകും. അപ്പം ഇന്ന് ഞാൻ തിളച്ച് പോകാൻ വിട്ടില്ല, വേഗം എടുത്തിട്ട് സിമ്മിലാക്കി കേട്ടോ. അപ്പം ഞാൻ ഈ ഗോതമ്പ് പൊടി കുറച്ചിങ്ങനെ ലൂസാക്കിയിട്ട് ഇതാക്കിയിട്ട് ഇങ്ങനെ ഇലയിൽ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കലക്കിയിട്ട് നല്ല കട്ടിക്കല്ല, എന്നാലും കുറച്ച് ദോശമാവിനേക്കാളും കുറച്ചും കൂടി ടൈറ്റായിട്ട് കലക്കിയിട്ട് അങ്ങനെ പരത്തി കൊടുക്കുകയാണ്, ഇലയിൽ പരത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ അട ഉണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മേനൊക്കെയാണ് ഓർമ്മ വന്നത് കേട്ടോ. അമ്മ അതേപോലെ തന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കും സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും കേട്ടോ. പാലും ഉണ്ടാവും. അന്നൊക്കെ വീട്ടിൽ പയ്യനെ കറക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് പാലും അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. എനിക്കാണെന്ന് വെച്ചാൽ ഈ പാലൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം അമ്മ പാലിങ്ങനെ എടുത്ത് വെച്ചത് പച്ചപ്പാല കാച്ചിയതാണ് വിചാരിച്ചിട്ടേ പച്ചപ്പാലൊക്കെ എടുത്ത് കുടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ അട ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അമ്മേനൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നത്. അമ്മ അട അല്ലെങ്കിൽ കുഴക്കട്ട അല്ലെങ്കിൽ ഈ ചട്ടിയിലപ്പം ഉണ്ടാക്കില്ലേ, ചട്ടിയിലിങ്ങനെ അരിപ്പൊടിയിൽ തേങ്ങയും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കണം. അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. നമ്മൾ ഇവിടെ ഗോതമ്പ് പൊടിയും കൊണ്ട് ഒരു ഇതും വെച്ചിട്ട് കുട്ടികൾക്ക് ചായ കുടിക്കുക. അവർ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നടന്നിട്ടാണ് വരണത്. അപ്പോൾ വിശന്നിട്ടാവും വരിക. അപ്പോൾ ഞാൻ വേഗം അടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇന്ന് കുറച്ച് തുണികളെ തിരുമ്പാളുള്ളൂ കേട്ടോ. അങ്ങനെ തുണിയൊക്കെ അലക്കൽ കഴിഞ്ഞു. പിന്നെ മടക്കാനുള്ള തുണികൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇത് ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് അടിച്ച ചുരിദാറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു നെറ്റിൻ്റെ ഒരു തുണി ഇരിക്കുന്നുണ്ടായിരുന്നു. അതിന് ഞാൻ ഇതാക്കിയിട്ട് ഷാളൊക്കെ ആക്കി വെച്ചു. അപ്പോഴേക്കും ഇവിടെ മക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ആൾ ആദ്യം വന്നു, ബാക്കിൽ ചെറിയ ആൾ വന്നു. രണ്ടാളും സ്വാതിയിലായിരുന്നു. ഇപ്പോൾ ഇവിടെ TRKക്ക് മാറിയതാണ് കേട്ടോ, സ്റ്റേറ്റിലേക്ക് മാറ്റിയതാണ്. CBSEയിലായിരുന്നു. അപ്പോൾ 80 മാർക്ക് ലിസ്റ്റൊക്കെ കിട്ടിയിറങ്ങണം കേട്ടോ. 58 മാർക്ക് ഉണ്ട് കേട്ടോ. 57.5. അപ്പോൾ വലിയ മാർക്കൊന്നുമല്ല, അമ്മ അത് കാണിക്കണ്ട അറിയാം. ചെറിയ ആൾക്ക് BA ഉള്ളൂ കേട്ടോ. 18 മാർക്കേ ഉള്ളൂ. അവൻ കുറച്ചൊന്നും കൂടി മെച്ചപ്പെടാനുണ്ട്. അങ്ങനെ ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ. ഇപ്പോൾ വൈകുന്നേരം ഞങ്ങൾ 3-4 പേര് കൂടിയിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യണേ കേട്ടോ. അവർക്ക് വീഡിയോയിൽ വരാനൊന്നും താല്പര്യമില്ല. അത് കാരണം കൊണ്ട് ഞാൻ അവരെയൊന്നും എടുക്കാത്തത്. അപ്പോൾ എക്സസൈസ് ചെയ്യുക. ഞങ്ങളിവിടെ ഹാളിൽ 3 ആൾ നിന്നിട്ട് എക്സസൈസ് ചെയ്യുക. 3-4 പേരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എക്സസൈസ് ചെയ്യണതിൻ്റെ ഇടയിൽ കുട്ടി കരഞ്ഞിട്ട് പിന്നെ പോയി. അപ്പോൾ ഞാൻ കുറച്ച് നേരം എക്സസൈസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് 2 പേർക്കും തിരക്കായതുകൊണ്ട് വേഗം പോയി, ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച്, ഇത് കാണുമ്പോൾ ലുങ്കി പോലെ തോന്നുന്നുണ്ടാവില്ലേ, 100 രൂപയുടെ മിഡിയാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരം ഇടാനൊക്കെ ഇതൊക്കെ നല്ലതാണ്, നല്ല സുഖമല്ലേ മിഡിയൊക്കെ ഇടാൻ. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക അല്ലേ. തടിയാണ് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇടണ്ടേ അല്ലേ. പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അവന് നൂഡിൽസ് കഴിക്കണം പറഞ്ഞിട്ട് കടയിൽ പോയി നൂഡിൽസ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. പോയിട്ട് വന്നപ്പോൾ നൂഡിൽസൊന്നുമല്ല കൊടുന്നത്, ക്രീം ബണ്ണ് ഒരെണ്ണം കഴിച്ചിട്ടും പോകുന്നിറക്കണം, ഒരെണ്ണം കൊണ്ടുവരും ചെയ്താറ്. അപ്പോൾ ഇനിയുള്ള പണികൾ തുണികൾ മടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.